സ്നേഹനിലാവേ സദനം നീ പൂവേ സന്തോഷ പൂക്കൾ വിടർന്ന കാവേ ഇൽമിതിൽ തീർത്തേ ഇശലുകൾ കോർത്തേ ഇതിഹാസമായി ഗേഹം ഈ മറിക. സക്കരിയ പറയുന്നു കേട്ടോ, എന്നെ പുറത്താക്കിയതല്ല എനിക്ക് പ്രശ്നം, പിന്നെ എന്നെ മുശിരിക്കാക്കിയതാ പ്രശ്നം. ശിർക്കാക്കി പുറത്താക്കിയതാണ് ഞാൻ സഹിച്ചോളാം, പക്ഷെ മുശിരിക്കാക്കിയത് സഹിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങൾ സഹിച്ചതാ കേട്ടോ, ഞങ്ങൾ ആരും നിങ്ങളെ മുശിരിക്കാക്കിയതാ. അപ്പൊ അത് വലിയ കാര്യമായില്ലേ? കൊടുക്ക് സക്കരിയാസലായി പറയാം, നിങ്ങൾ അവസരം തന്നെ. വിഷമമുണ്ട്, 5-6 മാസത്തോളം സഹിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു. ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മളെ നേതാക്കന്മാരുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് പലരും പറഞ്ഞു നോക്കി ഇത് പരിഹരിക്കണം. ഓൽക്ക് പരിഹരിക്കാനുള്ള പ്രശ്നമല്ല, ഓൽക്ക് ആധാരം വാങ്ങിയാൽ മതി. ആധാരം ഇങ്ങോട്ട് കൊണ്ടിരിപ്പ ആളൊന്നും ഇവിടെ വേണ്ട. ഈ രൂപത്തിലേക്ക് നീങ്ങിയിട്ട് നമ്മളെ പേരിൽ ശിർക്ക് ആരോപിച്ചു, പുറത്തായിക്കോളി, നമ്മൾ അനുഭവിക്കുന്നു. അധികാരങ്ങളയിലാണ്, ശീലങ്ങളയിലാണ്, ജനാധിപത്യ രീതി നിങ്ങളാ വന്നത്, ആയിക്കോട്ടെ. പക്ഷെ ശിർക്ക് ആരോപിച്ചാൽ അത് വിടൂല. അത് വിടൂല എന്ന് മാത്രമല്ല, കേരളം മുഴുവൻ ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ കഴിഞ്ഞ 1 വർഷമായി ഏകപക്ഷീയമായ വിശദീകരണങ്ങളുമായി നടന്ന് മുവഹിദുകളുടെ മേൽ ശിർക്ക് ആരോപിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തെല്ലാം ആളുകൾ ഉണ്ടാക്കിയതറിയോ? മടവൂരികൾ അബ്ദുൽ ജബ്ബാർ പോലെ വിളിച്ച് ചോദിച്ചു, റഹീബ് പിന്നീട് ഞങ്ങളും വരാം. കേരളത്തിൽ മുഴുവൻ നടക്കല്ലേ, ഓരോ സ്ഥലത്തും ഞങ്ങളുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ പിന്നാലെ ഞങ്ങളുമുണ്ട്. തീർച്ചയാണത് ഇമാമിങ്ങളെ മുശ്രിക്കാക്കിയത് എവിടത്തെ നമ്മൾ പറഞ്ഞിട്ട് മടവൂരികളും AP 2ആയി. പിന്നെ AP ഭാഗത്തിൽ 2 പിളർപ്പ് നമ്മൾ പറഞ്ഞു, കായക്കൊടി സക്കരിയ. കായക്കൊടി ലൈഫാൻസ് ആരൊക്കെ മുശ്രിക്കാം? സക്കരിയ സലായി ജബ്ബാർ പോലും. അപ്പൊ ഈ കായക്കൊടി മുശ്രിക്കാണ്ട് അതിന് നമ്മൾ സക്കരിയ സലായിനെ ക്ഷണിക്കുക. സക്കരിയ സലായി തുറന്നു പറയുന്നു, ഇവിടെ യഥാർത്ഥത്തിൽ മുശ്രിക്കായത് ഞാനല്ല, കായക്കൊടിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ മിനിമം പരിപാടി കാഫറാക്കാൻ. എന്താണ് കായക്കൊടിയുടെ വാദം വൈരുദ്ധ്യമാണെന്ന് സക്കരിയ സലായി. കാരണം എന്താ? അല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കാകും എന്നാണ് പറയേണ്ടിയിരുന്നത് എന്ന് കായക്കൊടിക്ക് അങ്ങോട്ട് വയൽ പറഞ്ഞു കൊടുക്കാനായിരിക്കും നമ്മൾ സക്കരിയ സലായി. അതൊന്നും കേട്ടോളൂ, ഞാൻ വിശദീകരിക്കും. സക്കരിയ സലായി ഉള്ളത് അത് തള്ളിക്കളയാൻ പറ്റിയ നിർവചനമല്ല. ഇത് മാത്രമല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ ശിർക്കിലെത്തിയത് ഇവരാണ്. കാരണം ഇവർ വാദപ്പം എന്താണെന്നറിയോ? ജിന്ന് അഭൗതിക സിദ്ധിയാണ്, മലക്ക് അഭൗതിക സിദ്ധിയാണ്. അപ്പൊ അവരുടെ കഴിവുകൾ എന്തായപ്പോ അഭൗതിക കഴിവായി. അപ്പൊ ജിന്ന് എന്താണ് നൗഷാദ് പറഞ്ഞു കൊടുക്കുക, ജിന്നിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല, മലക്കിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല. സലാം സുല്ലമി തന്നെ, സലാം സുല്ലമിനേക്കാൾ 1 കൂടി ഗ്രേഡ് മുമ്പിലായി. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാലോ പഠിച്ചവന് മാത്രമുള്ള കഴിവാണ്. പഠിച്ചവന് മാത്രമുള്ള കഴിവ് മലക്കിന് നിശ്ചയിച്ചാൽ ശിർക്കാവില്ലേ? ഇതാണ് മറ്റുള്ളവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ച് അങ്ങനെ ഉണ്ടാവും. കണ്ടോ? ഇല്ലാത്ത ശിർക്ക് ആരോപിച്ച് ശിർക്കിൽ പോയി വീണില്ലപ്പോ. അഭൗതിക കഴിവ് മലക്കിനുണ്ട്, അഭൗതിക കഴിവ് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, വിളിച്ച് തേടിയാലേ ശിർക്കാകുള്ളൂ. നൗഷാദ് ഒരു പോയത്തക്കാരനായതുകൊണ്ടാ, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? അപ്പൊ ബദരീങ്ങൾക്ക് അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, ബദരീങ്ങളെ വിളിച്ചാലേ ശിർക്കുള്ളൂ. അല്ല മൗലവി എന്ന് ചോദിച്ചാലോ? അപ്പൊ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മൊയ്യദ്ദീൻ മനസ്സിലുള്ളത് കാണുന്നു വിശ്വസിച്ചാൽ ശിർക്കല്ല, അങ്ങനെ തേടിയാലേ ശിർക്കുള്ളൂ. ഹനീഫ മൗലവി അബ്ദുറഹ്മാൻ സലഫിക്ക് വേണ്ടി വാളെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. പഠിച്ചത് പറയണം, സ്വന്തമായൊരു വ്യക്തിത്വം വേണം, മറ്റുള്ളവർ പറഞ്ഞത് പാടി നടക്കരുത്. അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ ഇതൊക്കെ. അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സലായിനോട് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, 4 മൂവാറ്റുപേഷന്മാരുകൾ ഒന്നുകൂടി കാണണം, നന്നായി കാണണം. അത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി. അന്ന് കായക്കൊടി ഈ പറഞ്ഞ ഇമാമിങ്ങളെയും ജബ്ബാറിനെയും ഒക്കെ മുശ്രിക്കാക്കിയപ്പോ നമ്മൾ ചോദിച്ചു, ഇതിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണം. കായക്കൊടിയുടെ വാദം ജിന്ന് ഇതൊന്നും ശരിയല്ല, അതായത് ജിന്ന് മരക്കിനോട് സഹായം ചെയ്യാൻ പാടില്ല, അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രം. പക്ഷേ ഓന്റെ വിശ്വാസം എന്താണെന്നറിയ? കായക്കൊടി മൗലവിയുടെ സിഹിർ ഫലിക്കുന്ന മടപൂരികളുണ്ടല്ലോ, ഈ ലത്തീഫ് കരിമ്പിലാക്കൽ സലാത്തിന്റെ മീറ്റിംഗ് ഇന്നലെ അവിടെ പോയി വന്ന ഓല വിശ്വാസം ജിന്നോട് സഹായം തരാൻ പാടില്ല, പാടുണ്ട് എന്ന് പറയുന്ന ചെറിയമുണ്ടായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, മുശ്രിക്ക് മുവഹിദോടുണ്ട്. കൂട്ടത്തിൽ തന്നെ സിഹിർ വിശ്വസിക്കുന്നു പറഞ്ഞു. സിഹിർ ഫലിക്കും, സിഹിർ ചെയ്യാന്നല്ല, സിഹിർ ചെയ്താൽ ഫലിക്കുന്നു വിശ്വസിച്ചാൽ കാഫിറാവുന്നതാണ് മടപൂരികളുടെ ഭൂരിപക്ഷത്തിന്റെ വാദം. സിഹിർ ചെയ്താൽ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാവുന്നു. അപ്പൊ അള്ളാന്റെ റസൂലിന് പണ്ടൊരു ജൂതൻ സിഹിർ ചെയ്തല്ലോ, ബുഖാരിയിലുണ്ട്.
ഫലിച്ചില്ലേ നബിതങ്ങൾക്ക് ഫലമില്ലേ, അത് പറഞ്ഞ കാഫിറായി. അപ്പൊ ഇമാം ബുഖാരിയോ ആര് കാഫിറായി? ഇതാണ് ഈ കൗമിന്റെ വാദം. അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു, അല്ല കായക്കൊടി, ജിന്നിന്റെ സഹായം തേടിയാ കാഫിറാവുന്നല്ലേ നിന്റെ വാദം? അങ്ങനെയാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ മുശ്രിക്കാവൂലേ? സിഹ്ർ ഫലിക്കുന്ന ആളും പറയുന്നുണ്ട്. ആ ചോദ്യം ഒന്ന് കേട്ടോ, ആകെ മുശ്രിക്കാ, ശിർക്ക് തൊഴിലാളി. ചോദ്യം നിൽക്ക്, വല്ലാത്തൊരു ശിർക്കന്നെ വരെ ശിർക്കിട്ടും. ചോദ്യത്തിലേക്ക് വരുന്നു. ഉപ്പെന്തായി എന്നറിയോ? ജബ്ബാർ മൗലവി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? സക്കരിയ സലാഹി ഔട്ട്, പിന്നെ ആരാ ഔട്ടായത്? മിസ്റ്റർ ബാലുശ്ശേരി, ഇവരൊക്കെ ഔട്ടായി. പോരാത്തതിന് ആരും ഔട്ടായി? നമ്മുടെ ഷൗക്കാൻ, പിന്നെ ഞങ്ങളുടെ നേതാവായ നബവി ഇമാം. ഇതൊക്കെ മുശ്രിക്കാക്കി നിങ്ങൾ തള്ളിക്കളഞ്ഞ അവസാനം അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ ശിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതോടെ നിങ്ങളും മുശ്രിക്കായി ആയി. നിങ്ങളെ വാദം അനുസരിച്ച്, ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ വാദം അനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്, ഒരു അല്ലാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു, തേടിയിട്ടില്ല, എന്നാൽ അത് ശിർക്കാണോ? അല്ലേ? ശിർക്കാണെങ്കിൽ സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. സിഹ്ർ ചെയ്താൽ ശിർക്കാണെന്നുള്ള ചർച്ച വേറെ, അത് വേറെ. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൗതിക കഴിവുണ്ട് എന്ന് വരുന്നു. കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാണ് നമ്മൾ വിശ്വസിക്കൽ വരുന്നു. ഇത് പിന്നെ ഞങ്ങളെ തെളിവ് പറഞ്ഞിരാൻ അതിന് ഇയാൾക്ക് ഏതാ അവസരം തന്നെ. വിഷയം മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കാണെന്ന് ഒരു സാഹിർ സീറയുന്നാണ്, അയാൾ സിഹ്ർ ചെയ്താൽ ഫലിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. സിഹ്റിയാണെന്ന് പോയിട്ടില്ല, എന്നാൽ തന്നെ കാഫിറാവുന്ന. കാരണം എന്താ? സിഹ്ർ എന്ന് പറഞ്ഞാൽ ശൈത്താനി ജിന്നിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ്. അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു. അപ്പൊ കായക്കൂടെ എന്താ പറഞ്ഞു കേട്ടോ? മറുപടി, വിശ്വസിച്ചാൽ ശിർക്കാവൂല, തേടിയാലേ ശിർക്കാവൂ. എന്താ ഞങ്ങൾ പറഞ്ഞത്? സിഹ്ർ ചെയ്യുന്ന ആൾ, അയാൾ ജിന്നിനോട് സഹായം തേടുന്നു, അത് ശിർക്കാണ്, അത് ശിർക്കാണ്. ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു, അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല. അതാണ് ഞങ്ങളോട് നേരത്തെ മലക്കുകൾ ഉദാഹരണം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാ തക്ബീർ ഓർമ്മയത്. ഖുർആൻ പറഞ്ഞു മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും. അയാളുടെ വാദത്തിന്റെ വൈരുദ്ധ്യം മനസ്സിലായോ? ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേര് ഇപ്പൊ തന്നെ പഠിച്ചോ, സിഹ്ർ ഗ്രൂപ്പ്. സക്കരിയ പുറത്തായില്ലേ? അടുത്ത് പുറത്താകാനുള്ള ആളെ പേരാ ചായക്കുടി. അയാളെ വാദം വൈരുദ്ധ്യ, ജിന്നിനോട് സഹായം ചെയ്യാൻ പാടില്ല, പക്ഷേ സിഹ്ർ ഫലിക്കും. മടവൂരികൾ പറഞ്ഞു സിഹ്റും ഫലിക്കൂല, ചെയ്യാൻ പാടില്ല. ഒരു കടുത്ത അള്ളാന്റെ റസൂൽ സിഹ്ർ ഫലിച്ചു തന്നെ ഓൻ കാഫിറാന്ന വാദം. എവിടേക്കാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇപ്പൊ ലാസ്റ്റ് സുല്ലമി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണെന്ന് പറഞ്ഞാൽ ഓൻ കാഫിറാണ്. ഞാൻ ചോദിച്ചു ഇന്നലെ കോടംപൊയിൽ, എങ്ങനെ മനസ്സിലായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരാൾ റഹ്മത്ത് എന്ന് പറഞ്ഞ ആള് കാഫിറാണ്. അള്ളി മുശ്രിക്കായോ എന്ന് ഇന്നലെ ഞാൻ ചോദിച്ചു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, അള്ളാന്റെ റസൂൽ റഹ്മത്താണ്. ശബാബിൽ മടവൂരികൾ എഴുതി വെച്ചത് നബിയെ കുറിച്ച് റഹ്മത്താണ് പറഞ്ഞാൽ ശിർക്കാണ്. ഞാൻ ഇന്നലെ ചോദിച്ചു, സീഡികൾക്ക് നിങ്ങൾ മിണ്ടിയിട്ടില്ല, എങ്ങനെ മിണ്ടാനാ? ഹബീബിന്റെ ശഫാഅത്ത് വേണമെന്ന് താല്പര്യമുള്ളവരുണ്ടോ? ആ വിഭാഗത്തിൽ പെട്ടുപോകണ്ടോ? ഇത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ വിശ്വസിച്ചാൽ പ്രശ്നമല്ല, തേടിയാലേ പ്രശ്നമുള്ളൂ. അതാ സക്കരിയാസനായി ചോദിച്ചത്. അപ്പൊ മുഹിയുദ്ദീൻ ശേഖിന് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ കഴിയും കൽബകത്തുള്ളത് എന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല, തേടിയാലേ കുഴപ്പമുള്ളൂ. അത് നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സക്കരിയാസനായി CM വലിയുല്ലാഹി അവർക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചു, അപ്പൊ ശിർക്കില്ല, തേടിയാലേ ശിർക്കുള്ളൂ. വിട്ടെടുത്ത് മൂവാറ്റുപുഴയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം. കഴിയുമ്പോ തന്നെ ഏകദേശം മുജാഹിദൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞപ്പോ പറയേ, ഇനിയിപ്പോ കൂടുതൽ പറയേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും ആകട്ടെ, അൽഹംദുലില്ലാ, നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ മനസ്സിലായത് അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവൂല, ശിർക്കാവൂല, തേടിയാലേ ആകുള്ളൂ എന്നിടത്താണല്ലോ ഇപ്പൊ എത്തിയത്. എന്റെ ചോദ്യം, ഇപ്പൊ CM വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ തേടുമ്പോഴേ കുഴപ്പമുള്ളൂ.
അങ്ങനെയാണോ നിങ്ങളെ വാദം? അങ്ങനെയാണെങ്കിലേ സിഹറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ല, നിങ്ങളുടെ വാദം വേറൊരാൾക്ക് അഭൗതികമായ കേട്ടോ. ഇവർക്ക് ഇവരെ വാദത്തിൽ ഒരു ഉറപ്പുമില്ല. കായക്കൊടിയുടെ വാദം വേറെ, AP അബ്ദുൽ ഖാദർ മൗലവിന്റെ വാദം വേറെ. ഓരോ വാദങ്ങളനുസരിച്ച് അവരവർ കാഫിറാകുന്നു. സമൂഹമേ ഉണരുക. ഈ ശിർക്ക് തൊഴിലാളികൾ ഇവരുടെ പിന്നാലെ ഒരൊറ്റ മുസ്ലിമും പോകണ്ട. ഇവരിപ്പോ തൗഹീദ് 2012 എന്ന് സക്കരിയ പറയാണ്. ഇങ്ങനെ ഉണ്ടോ ഒരു തൗഹീദ്? 2012 ഇനിയിപ്പോ 2013 തൗഹീദ് മാറോ? സക്കരിയ സലാഹി എന്ന് പറയട്ടെ കാര്യം. നിങ്ങൾ നോക്കി എവിടെ എത്തി ഇവർ. ഒരു നിലക്കും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലേ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നേതാക്കൾ സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ? ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തൗഹീദ് 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൽക്കിത് തിരിഞ്ഞിട്ടില്ല, സക്കരിയക്കും തിരിഞ്ഞിട്ടില്ല. എങ്ങനെ തിരിയാനാ? 505 മുതലെടുക്ക്. വിവരം വേണ്ടേ? ഞങ്ങളെ ആലിമീങ്ങൾ കിതാബോധി പഠിച്ചപ്പോ, അൽഫിയയും ഫതുഹുൽ മുഈനും ഓതിയപ്പോ നിങ്ങളെ പണി എന്തായിരുന്നു? ഒരൊറ്റൊന്നും പഠിക്കാൻ പോയില്ല, ദർസ് കണ്ടിട്ടില്ല ഒരൊറ്റൊന്നും. എന്നല്ല ഷാഫി ഇമാമിന് തെറ്റി, നവവി ഇമാമിന് തെറ്റി നിങ്ങൾ പറഞ്ഞത്. ബാലുശ്ശേരി കേട്ടോ, അയാളെ വിവരം നിങ്ങൾ മനസ്സിലാക്കണം. മുജ്തഹിദായി ചമഞ്ഞു, പക്ഷെ വിവരമില്ല. ഒന്ന് കേട്ടു നോക്ക്. ബാലുശ്ശേരിക്കാരന്റെ വിവരമൊക്കെ സമുദായം മനസ്സിലാക്കട്ടെ. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. ഞാൻ ഹോട്ടലിൽ ചായ പറഞ്ഞിട്ടുണ്ട്, ക്ലാസും കഴിയിട്ടുണ്ട്, പാറക്കോറി പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന ഹോട്ടൽ. എന്നാ പിന്നെ ആ പണിയെടുത്ത് നടന്നാ മതി. തൗഹീദ് പറയാൻ നിങ്ങൾ വരേണ്ടതില്ല. അതിനിവിടെ മഹാനായ താജുൽ ഉലമയുണ്ട്. നിങ്ങൾ ഈ ഹോട്ടലിൽ പണിയെടുക്കുന്ന ആൾ പണി നല്ലതാ. ഞാൻ പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് തൊപ്പിട്ട് വന്നിട്ട് തൗഹീദ് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായോ? എന്നിട്ട് സക്കരിയ സലാഹി ഇപ്പൊ മുഖാമുഖത്തിൽ നിന്ന് പോകല്ല കേട്ടോ. അപ്പൊ അനസ് ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞു, സക്കരിയ സലാഹിക്ക് ഇപ്പൊ പേടിയാ, മൂപ്പര് മുഖാമുഖത്തിൽ നിന്ന് പോകില്ല. അപ്പൊ അനസിനോട് പറഞ്ഞു കൊടുക്കാം സക്കരിയ സലാഹി, അനസ് മൗലവി ഇതേ ജമാഅത്തേക്ക് മുഖാമുഖത്തിന് പോണ ഒരു സുന്നികളെടുത്ത് പോകാൻ പറ്റില്ല. ഒരു കിതാബ് ഓതി പഠിച്ച ആളുകളാ. അത് ഒരുങ്ങിയിട്ടേ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഒരുങ്ങിയിട്ടും കാര്യം മക്കളെ. കേട്ടോ സക്കരിയന്റെ ഉപദേശം. ഇന്നിരിക്കാം നാളെ ഇരിക്കാം, മുഖാമുഖം അടുത്തോളം പറയും നാളെ ഇരിക്കാം ഇന്നിരിക്കാം. എന്നിട്ട് ഒരാൾ ഇവിടുന്ന് വരും, ഒരാൾ ഇവിടുന്ന് വരും, മുഖാമുഖത്തിനാണ് പോകും. സുന്നികളോട് അങ്ങനെ പറ്റുമോ? അവച്ചോട് സക്കരിയ സലാഹി പറയട്ടെ. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാനത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റേ അങ്ങനെ മൂന്നാളും 3 വന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്നിയാളായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് നിങ്ങളെ കാളമുത്ര സാഹിത്യം വായിച്ച മുഖാമുഖത്ത് കിതാബ് നോക്കിയുള്ള പരിപാടിയാ. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു. കായക്കുടി പറഞ്ഞു കൊടുക്കുക. ജമാഅത്തെ പൊട്ടന്മാരെ ഓരോട് എങ്ങനെ മുഖാമുഖത്തിന് പോവാ? ഒരാൾ കാർ അവിടെ നിന്ന് വരിക, മറ്റൊരു ഇവിടെ നിന്ന് വരിക. ഇത് സുന്നിയാളായിട്ട് നടക്കൂല. അവർ കിതാബോധി പഠിച്ചവരാണ്. അതാ ഞങ്ങളെ ഉസ്താദുമാർ. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചത് ഒന്നിരായ സുലൈമാൻ ഉസ്താദിനെ പോലെയുള്ള, ബാബ ഉസ്താദിനെ പോലെയുള്ള, നെല്ലിക്കുത്ത് ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങൾ ഞങ്ങളെ ഇരുത്തി പഠിപ്പിച്ചു. അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും അതിനുവേണ്ടി ചെലവഴിച്ചത് ഈ സമൂഹത്തിന് തൗഹീദ് പഠിപ്പിക്കാനാ. നിങ്ങളപ്പോ ഹോട്ടലിൽ ജോലി ചെയ്യായിരുന്നു, അറിയോ? എന്നിട്ട് മുഖാമുഖത്തിന് വന്നതാ. എന്നിട്ടാ എല്ലാരും മുശ്രിക്കാക്കിയത്. എന്തൊരു കഷ്ടം. സക്കരിയ സലാഹിക്ക് വേറൊരു സങ്കടം കൂടി ഉണ്ട്. ഗൾഫിലൊക്കെ മുജാഹിദ് 2,000, അതാ മൂപ്പർക്ക് വലിയ സങ്കടം. ഗൾഫിലും 2,000. അത് സക്കരിയ സലാഹി ആകെ നിങ്ങൾ 2 ബാക്കി ഒന്നുമില്ല.
അത് സക്കരിയ സലാഹി എന്ന് പറഞ്ഞു. മൂപ്പർക്ക് തന്നെയാണ് ആ ചാൻസ്. അവയും കൂടെ വാസ്തവത്തിൽ മുജാഹിദ് പ്രവർത്തകരെ ശിർക്ക് ചേരിതിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ശക്തിപ്പെട്ടപ്പോ ബന്ധപ്പെട്ടവരോട് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പാടില്ലത്. നിങ്ങളുടെ ഈ വിശദീകരണ യോഗങ്ങള് ആളുകളെ ചേരിതിരിക്കാൻ മാത്രം ഉപകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ 2 കഷ്ണായി കണ്ടോ. എവിടെ നേതാക്കളെ സന്ദർശനം ഉണ്ടായോ പിറ്റേന്ന് അവിടെ 2 ചേരിയ അതിനായിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? കുവൈത്തിൽ മാത്രമേ നടന്നിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ നടന്നു. സൗദിയിലൊക്കെ ഉള്ള അവസ്ഥ എന്താ? ഭിന്നിപ്പ് ആളുകൾക്കിടയിൽ ഉണ്ടായി പരസ്പരം ചേരി തിരിഞ്ഞ് പല പ്രമുഖ പ്രവർത്തകരും ഇസ്ലാഹി സെന്ററിന് പുറത്താണ്. എന്ന് മാത്രമല്ല, അവിടുത്തെ ജാലിയാത്തിന്റെ കീഴിൽ സാധാരണ രാജ്യങ്ങളെ പോലെ സൗദി അറേബ്യ അവിടെ ദഅവത്ത് ഗവൺമെന്റിനെ നേരിട്ട് നടത്തുന്നതാ, അല്ലെങ്കിൽ ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനമായ കോഓപ്പറേറ്റീവ് ഓഫീസുകൾ മുഖേന നടക്കുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഉള്ള KNMന്റെ എല്ലാ സർക്കിളും അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് എങ്ങനെ ഉണ്ടാവും? പല ജാലിയാത്തുകളിലും ഇന്ന് നമുക്ക് സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രബോധനങ്ങൾക്ക് അവിടെ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ അറിയോ? നാഷണൽ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അവിടെ അടുത്ത കാലത്ത് ഉണ്ടായതാ. സൗദിക്ക് മൊത്തം ഒരു കമ്മിറ്റി. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ഇസ്ലാഹി സെന്ററിലെയും പ്രതിനിധികൾ മീറ്റിംഗ് കൂടിയിട്ട് തെരഞ്ഞെടുക്കണായിരിക്കും. ഇസ്ലാഹി സെന്ററിൽ അറിയുന്നില്ല, ഇവിടുന്ന് ഒറ്റതാ ഇക്കൊല്ലത്തെ നാഷണൽ കമ്മിറ്റി. അത് ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കലാണ്. അത് സ്വീകരിച്ചോളണം, പോഷക സംഘടനയല്ലേ. അങ്ങനെ വരണമെന്നാ ഇപ്പൊ പറയുന്നത്. അബ്ദുറഹ്മാൻ സലഫി പറയണത് ഇങ്ങനെ വരണം എല്ലാ പോഷക സംഘടനയും. നമ്മൾ 4 ആളങ്ങ് തീരുമാനിച്ചിട്ട് നമ്മളങ്ങ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങ് പറയും എല്ലാവരും അങ്ങ് സ്വീകരിച്ചോളണം. അതാ നാഷണൽ കമ്മിറ്റി. അത് അവിടെ ഇരിക്കട്ടെ, നിങ്ങളെ കമ്മിറ്റിയാണ്, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ തൗഹീദ് നിങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾക്ക് തൗഹീദില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, തീരുമാനമായിട്ടില്ല. ജംഇയ്യത്തുൽ ഉലമ വട്ടങ്ങിറങ്ങുകയാണ്. സക്കരിയ സലാഹി കൊല്ലത്തുള്ള പറഞ്ഞ എന്താ അറിയോ? TP അബ്ദുള്ള കോയ മദനി പ്രസിഡന്റിനെ വിളിക്കുന്നത്. TP, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലിപ്പ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അത് നിങ്ങളെ നാടായ കടലുണ്ടിയിൽ മാത്രമേ ഞാൻ ഇടൂ. അതവിടെ നമുക്കൊന്നുമില്ല. പ്രസംഗം തുടരട്ടെ അല്ലേ എല്ലാ സ്ഥലത്തും. ഇനി ഞാൻ ഇതിനിടയ്ക്ക് മടവൂരികളെ കൂടി പറയാം. ഇതിങ്ങനെ ജോറായി മടവൂരികൾ ഇവിടെ നമ്മളെ കോഴിക്കോട്ട് ബഹുജന കൺവെൻഷൻ നടത്തിയിട്ട് പറഞ്ഞു, സ്പെഷ്യൽ കൺവെൻഷൻ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ തൗഹീദിൽ ഒന്നാണ്, അതുകൊണ്ട് ഞങ്ങളാ യഥാർത്ഥ മുജാഹിദ്. പൊടിച്ച് കയ്യിൽ കൊടുത്തില്ലേ? നിങ്ങളെ തൗഹീദ് എവിടെ പോയി? ഒരു സുല്ലമിന്റെ അഭിപ്രായം മറ്റേ സുല്ലമി മുസ്ലിം വായിച്ചു ആ സ്വഭാവം കൊടുത്തോളൂ. ഞാൻ പറഞ്ഞിറങ്ങി ഓരോന്നും വിശദീകരിച്ച് എല്ലാം ഒരു സുല്ലമിന്റെ അഭിപ്രായം അനുസരിച്ച് അടുത്ത സുല്ലമി മുശ്രിക്ക്. ഇതൊക്കെ മടവൂരികളിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ മധുരം. സലാം സുല്ലമിന്റെ മധുരമല്ല മറ്റേ സുല്ലമി, അയാളെ മധുരമല്ല ഇയാൾ. ഒക്കെ പോയി തൗഹീദ് എന്താണെന്ന് അറിയില്ല. CP കൊണ്ടുവാ. CP ഉമർ സുല്ലമി നമ്മളെ കോഴിക്കോട് ഈ അടുത്ത് നടന്ന ബഹുജന പരിപാടിയിൽ സ്പെഷ്യൽ കൺവെൻഷനിൽ സംസാരിക്കുന്നു. ആര്? CP ഉമർ സുല്ലമി, രണ്ടത്താണിക്കാരൻ മൗലവി. അയാള് ഗദ്ദിലുണ്ടോ? 510 കൊണ്ടുവാ. CP ഉമർ സുല്ലമി അയാൾ പറയുന്നത് കേട്ടോ, തൗഹീദ് മനസ്സിലായത് ഞമ്മക്കാണ്. മനുഷ്യകഴിവിനപ്പുറത്തുള്ള ഏത് കാര്യം അല്ലാഹുവോട് മാത്രമെന്നാ നമ്മൾ പണ്ടേ പറഞ്ഞത്. അതാര് പറഞ്ഞെന്ന് ഉറപ്പുണ്ടോ? എല്ലാവർക്കും ആ അഭിപ്രായമാണോ? പറയണ്ടേ നിങ്ങൾ മറുപടി? നിങ്ങളെ കൂട്ടത്തിലുമുണ്ട് രണ്ടും, ജിന്നുവാദികളുണ്ട് പിന്നെ ഇൻസുവാദികളുണ്ട്. സൗകര്യത്തിന് വേണ്ടി പറയാണ്. CP എന്ന് ഇടപെടട്ടെ ആദ്യം.
ഞങ്ങൾ മടവൂരികൾ, ഞങ്ങൾ പറയുന്നത് മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. സക്കരിയ സലായി അത് മാറ്റി സൃഷ്ടികളുടെ കഴിവ് എന്നാക്കി മാറ്റി. എടുക്കൂ, സക്കരിയനെ കൊണ്ടൊന്നും നിങ്ങൾ വിടൂല, സക്കരിയോട് ഇരിക്കട്ടെ, ഇത് നിങ്ങളെ നേതാവല്ലേ. പറയണം മടവൂരികളെ, മറുപടി പറയാൻ നിങ്ങളെ വിടൂല. ശബാബിന്റെ ചീഫ് എഡിറ്റർ, നിങ്ങളുടെ മുഫ്തി ചെറിയ മണ്ഡം അബ്ദുൽ ഹമീദ് അയാളെ ബുക്കാട്, അയാൾ ഇതിൽ പറയുന്നു, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ്. പറഞ്ഞില്ലേ നിങ്ങൾ? എവിടെ എത്തി നിങ്ങൾ? അപ്പൊ നിങ്ങളെ കൂട്ടത്തിലുണ്ട് മുസ്ലിക്കുണ്ട് മുവഹിദ്. ഇനി നിങ്ങൾ നോക്ക്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കോടമ്പുഴ സംവാദത്തിലേക്ക് ഞാൻ വരാം. അവിടെ അതല്ലേ സംഭവിച്ചത്? വന്നു നോക്കുമ്പോ ആദ്യമൊക്കെ മുജാഹിദുകൾ കയ്യടിച്ചപ്പോ ഫൈസലായസിന് പറഞ്ഞു, കയ്യടിക്കൽ മുശ്രിക്കീങ്ങളെ സ്വഭാവമാണ്. അപ്പൊ പിന്നെ അല്ലാഹു അക്ബർ, സക്കരിയ സലായി പറയുന്നത് കേട്ടോ, അല്ലാഹു അക്ബർ എന്ന് പറയൽ ഖുറാഫികളെ സ്വഭാവമാണ്. ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തരാം, സക്കരിയ സലായി പറഞ്ഞു. എന്നിട്ട് ഞാന് മൂവാറ്റുപുഴ സംവാദം എന്താണെന്ന് ചെറിയ മട്ടിൽ പറഞ്ഞ് നമുക്ക് നിർത്താം. എല്ലാം മുജാഹിദ് എന്ന് പറഞ്ഞ സാധനം ഈ വലിയ ലോകത്തുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് മൗലവി പറഞ്ഞത്, ആ പേരെന്നെ മാറ്റാൻ പോവാണ്, നമുക്കതൊരു അപമാനമാണ്. അതും ഞങ്ങൾ ഇവിടെ അവിടെ എത്തി. ഇവര് തുറന്നു പറഞ്ഞു, ആ പേര് നമുക്ക് അപമാനമാണ്, ഞങ്ങളത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് മാത്രം മാറ്റിയാൽ പോരാ, ആശയം മാറ്റിയിട്ട് ഈ കേരളക്കാരെ സിർക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ ഗ്രൂപ്പ് മീറ്റിംഗിന് ശേഷം ഉണ്ടായത്? സംഘടനാ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തിയായിക്ക് ഒരു കോക്കസ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. ശൂറ എന്നത് ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. ഒക്കെ തീരുമാനിച്ചു വരിക, അതിങ്ങനെ പറയാ, വായിക്കുക, കേൾക്കുക, പോവുക. ഒരു ചർച്ചയില്ല, എവിടെയും ചർച്ചല്ല. ചർച്ചക്കാരിലടിച്ചിട്ടുണ്ടായിരിക്കണം അവിടെയാണ്. അപ്പൊ അതുണ്ടായത് തനിച്ച ഗുണ്ടായിസാണ് കഴിഞ്ഞ കൗൺസിൽ ഉണ്ടായത്. ആരെങ്കിലും എണീറ്റ് സംസാരിക്കും, ഇരിക്കണം അവിടെ. പിന്നെ ഖുറാഫികളെ മാതിരി പ്രസംഗത്തിൽ വരുമ്പോൾ അല്ലാഹു അക്ബർ, നിങ്ങൾ എങ്ങനെ കേട്ടണോ ഇങ്ങനെ കൗൺസിൽ തക്ബീർ അല്ലത്? സക്കരിയ സലാഹിയുടെ വഴി പിന്തുടർന്നവർക്ക് അവർക്കും ഇത് തന്നെയായിരിക്കും അവരുടെയും ഗതി എന്ന് മനസ്സിലാക്കണം. അല്ലാഹു അക്ബർ. കണ്ടോ, ഈ തരത്തിൽ തനിച്ച ഖുറാഫി ശൈലിയിലേക്ക് പോയി ഒരു കൂട്ടം ആളുകളെ. അപ്പോ അതാ ഞങ്ങളിപ്പോ കോടമ്പുഴയിൽ ചെയ്തത്. സംഗതി എന്താണെന്നറിയോ? നമ്മൾ കോടമ്പുഴ സംവാദം ഉപയോഗിച്ചത് മടവൂർ വിഭാഗത്തെ മുജാഹിദിന് രണ്ടുകൊണ്ടും തെളിയിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ വിഷയാവതരണത്തിൽ തന്നെ ഒന്നിരായ ഫൈസൽ അഹ്സനി ജിന്നിലേക്കും സിഹറിലേക്കും കടന്നപ്പോ കുട്ടി വിറച്ചു. വർദ്ധന ഇത് ജിന്നിപ്പോ പണ്ടൊക്കെ നമ്മൾ കുറെ പ്രസംഗിച്ച മറ്റവർക്കെതിരെ ഇപ്പൊ ജിന്ന് ഇങ്ങോട്ടും വരികയാണോ എന്നായി പേടി. അപ്പൊ പറഞ്ഞു വിഷയത്തിൽപ്പെട്ടതല്ല, അത് പണ്ട് കുറെ ഓല് പറഞ്ഞതാ. ആര് കായ്ക്കൊരു ടീമും ഞങ്ങൾ അവിടെ പഠിപ്പിച്ച് വിഷയം പഠിപ്പിച്ചു. ഇപ്പോലെ പുറത്താക്കി, ഞങ്ങൾ പണി തുടർന്നോളാം. വിഷയത്തിൽപ്പെട്ടതല്ലാതെ വിഷയം മരിച്ചുപോയാലെ വിളിക്കലാണ്. ചങ്ങാതി മരിച്ചുപോയാലെ വിളിക്കൽ തീർക്കാന്ന് പറയാനുള്ള കാരണം എന്താ? പറയും. എന്താ കാരണം? അത് അഭൗതികാണ്. അതന്നെ അങ്ങനെ ഒരു വിഷയത്തിന്റെ മർമ്മം, അതിന്റെ കാരണമായിരിക്കും. ഒരു കള്ള് ഹറാമാണ്. എന്താ കാരണം? ഖുർആനിൽ പറഞ്ഞ കള്ള് ഇന്നുള്ള നമ്മളെ ബീറുത്തല്ലോ, അത് ഹറാമാകാനുള്ള കാരണം എന്താ? ഖുർആനിൽ പറഞ്ഞ കള്ള് ലഹരി ഉണ്ടാക്കുന്ന വസ്തുവാണ്. അതുകൊണ്ടല്ലേ ഹറാമായത്. ഇതുപോലെ അഭൗതികമാണ്, അദൃശ്യമാണ്, കാണാത്ത സഹായമാണെന്ന് പറഞ്ഞിട്ടാ നിങ്ങൾ ശിർക്കാക്കിയത്. അവിടെയാണ് നിങ്ങൾ പിടിച്ചത്. കോടമ്പുഴ സംവാദത്തിന്റെ വിഷയാവതരണത്തിൽ ഫൈസൽ അഹ്സനി ആ പോയിന്റ് കൃത്യമായി പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോ. കോടമ്പുഴ സംവാദത്തിലേക്ക് വാ. എന്നിട്ട് അവിടെ നിങ്ങൾ CD ഫുള്ളും വാങ്ങിക്കേട്ടോ. ഒരുപാട് വിഷയങ്ങൾ നല്ല മനസ്സ് കൊടുത്ത് കേൾക്കണം. ഒരുപാട് വിഷയങ്ങൾ, അഭൗതികം, അദൃശ്യം, മറഞ്ഞ മാർഗം, ഇതൊക്കെ കച്ചകെട്ടി ഉണ്ടാക്കിയതിന്റെ ഫലം കോടമ്പുഴയിൽ വെച്ച് ഈ മടവൂരികൾ അനുഭവിച്ചു. ഫൈസൽ അഹ്സനിയുടെ വിഷയാവതരണത്തിൽ പങ്കെടുത്തു. വിഷയം ഇസ്തിഗാസ എന്നാണ്. ഇരുവിഭാഗവും അവരുടെ വാദങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതും ശിർക്കുമാണ് എന്നാണ് മുജാഹിദുകൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിന് സുന്നിപക്ഷം മറുവാദമായി എഴുതിയിരിക്കുന്നത് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഉള്ളതും ശിർക്കല്ലാത്തതുമാണ് എന്നല്ല,
മറിച്ച് ബദരീങ്ങളെ കാക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്ന സഹായാർത്ഥന ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല എന്നാണ്. അതിനാൽ അത് ശിർക്കുമല്ല. അപ്പോൾ ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ദുആ ഉണ്ട് എന്ന വിഷയത്തിൽ തർക്കമല്ല. ആ ദുആ എപ്പോഴാണ്, ആ തേട്ടം എപ്പോഴാണ് ശിർക്കാകുന്നത് എന്നതാണ് പ്രശ്നം. ഈ തേട്ടം ശിർക്കാകുന്നതിൻ്റെ മാനദണ്ഡം, മുജാഹിദുകൾ അത് ശിർക്കാണെന്നാണല്ലോ പറയുന്നത്. അത് ശിർക്കാണ് എന്ന് പറയുന്നതിൻ്റെ മാനദണ്ഡം അവർ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1-2 മാത്രം ഞാനിവിടെ വായിക്കണം. ഇത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്ന കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകമാണ്. അവിഭക്ത മുജാഹിദുകളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇബാദത്ത് അർപ്പിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്നു, ഇബാദത്ത് എന്നത് വിപുലമായ ഒരു സാങ്കേതിക പദമാണ്. അഭൗതികമായ മാർഗത്തിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും വരുത്തുവാൻ ഒരു വ്യക്തിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസമാണ് ഇബാദത്തിന്റെ ഉറവിടം. അഭൗതികമായ നിലക്ക് ഏതെങ്കിലും ഒരു വസ്തുവിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ശക്തിക്ക് വഫാത്തായിപ്പോയ മഹാന്മാരോട് ചോദിക്കാൻ ശിർക്കാൻ ഇവര് പറയാനുള്ള കാരണം മരിച്ചു എന്നതല്ല, പിന്നെ മരിച്ചവരെ നമ്മൾ കാണുന്നില്ല, അഭൗതികമാണെന്നുള്ളതാണ്. അല്ലേ? ആ കാരണം വെച്ച് നോക്കുമ്പോ അഭൗതിക മാർഗത്തിലൂടെയുള്ള എല്ലാ സഹായ പ്രതീക്ഷവും ശിർക്കും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരികേശമിട്ട വെള്ളം കുടിച്ചു. അപ്പൊ തിരികേശമുള്ള വെള്ളം കുടിച്ചാൽ രോഗം മാറുന്നു. എങ്ങനെ മാറാൻ നമുക്കറിയുന്നുണ്ടോ? ഇല്ല, അഭൗതികമാണ്. അപ്പൊ ബർക്കത്തെടുത്താൽ ശിർക്കായി വരികയാണ്. ജിന്നിനോട് സഹായം ചെയ്ത് ജിന്നിനെ കാണുന്നില്ല, ശിർക്കായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അവിടുത്തെ ആസാറ് കൊണ്ട് ബർക്കത്തെടുത്തത് മുഴുവൻ ശിർക്കായി. സിഹ്ർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ഇനി ശിർക്കല്ലാത്ത ഒരു സംഗതി വരത്തിലുണ്ടാവില്ല. ഈ വാദത്തിന്റെ വിഷയാത് ജനങ്ങൾ പഠിക്കണത്. കാരണം തെറ്റിയാ ഒക്കെ പോയില്ലേ, പോയി. അപ്പൊ ഇതാരുണ്ടാക്കിയതാ ഈ അഭൗതികം എന്ന സംഗതി? അത് ഈ റസീദിലാർന്ന സാധനം ഉണ്ടാക്കിയതാ. സുല്ലമി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞമ്മളല്ലാതെ ഇത് ആരും മുമ്പ് പറഞ്ഞിട്ടില്ല. അതും അയാളല്ലേ എഴുതിയിട്ടുണ്ട്. അതവിടെ അടുക്കളയിൽ വെച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്ക് പറയാം. ആ കാരണത്തെ നമ്മൾ നശിപ്പിച്ചു. ഇനി ഒന്നുകൂടി അത് വിശദീകരിക്കുന്നത് കേട്ടോ. വിഷയാവതരണത്തിൽ എത്രത്തോളം സലാം പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ? മലക്ക് നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫറാവും. സഹായം തേടണമെന്നില്ല. എന്താ പോലെ കാഫറിന്റെ കുരാവും? മലക്ക് സഹായിച്ച് തേടിയതിന് കാഫറാവുമല്ലോ. കേട്ടോ ഫൈസലാസിനോട് വിഷയാവതരണത്തിൽ നിന്ന് തന്നെ അക പറയല്ല, മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടെന്നൊരാൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കുവാൻ അള്ളാഹു കൽവി നേടിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു. എന്നാലും വിളിച്ചു തേടിയിട്ടില്ല, പിന്നെ സഹായിക്കുന്നു വിശ്വസിച്ചിട്ടുള്ളൂ. എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. വിളിച്ചു തേടുകയോ പൂജ നടത്തുകയോ ചെയ്താൽ വിശ്വാസത്തോടൊപ്പം കർമ്മത്തിലും ശിർക്ക് വന്നു, അല്ലെങ്കിലോ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അപ്പൊ ആർക്കാ പേശത്? ലഘു ദേവത്തിൽ ഹക്ക് എന്ന് മാത്രം ഓതിയിട്ട് നിന്നാ പോരാ, ബാക്കിയും കൂടി ഓതി. അപ്പൊ ആര് മുശ്രിക്കാകും? ചെറിയ മുണ്ട മുശ്രിക്കാകും. അപ്പൊ ആര് മുശ്രിക്കാകും? ബാക്കിയുള്ള നിങ്ങളുടെ ശബാബിലെ എത്ര എഴുത്തുകാരുണ്ട്, ഓരൊക്കെ മുശ്രിക്കാകും. പിന്നെ ആരും മുശ്രിക്കാവും എന്നറിയോ? ഇപ്പൊ പ്രസംഗിച്ച ലത്തീഫ് മൗലവി മുശ്രിക്കാവും. അതെങ്ങനെ? കാരണം ഇത് തസ്തഗീസൂന റബ്ബക്കും എന്നാണ്. റബ്ബിനോട് സഹായം ചോദിച്ചിട്ട് എന്താ റബ്ബ് ചെയ്തത്? മലക്കുകളെ ഇറക്കി സഹായിച്ചു പറഞ്ഞില്ലേ? അല്ലേ? മലക്കുകൾ സഹായിക്കുന്നു വിശ്വസിച്ച കാഫിറാവുന്നല്ലേ പറഞ്ഞത്? അല്ലേ? മൗലവി ഇങ്ങനെ വൈരുദ്ധ്യം പറയാൻ എന്തു പറ്റി നിങ്ങൾക്ക്? അതാണ് വിഷയം അവതരിപ്പിക്കുന്ന ആള് മുശ്രിക്കാവുമ്പോ പിന്നെ മറ്റാള് മുവഹിദാവും, മറ്റാള് മുവഹിദാവുമ്പോ ഇയാള് മുശ്രിക്ക്. ആകപ്പാട് ഇങ്ങനെ കൂടിക്കൊള്ളി. ബദറിലെ മലക്ക് വന്ന് പറഞ്ഞ മുശ്രിക്കായി. എന്താ മലക്ക് സഹായിക്കുന്നു വിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ്. സലാം ചൊല്ലാൻ എന്തൊരു ശിർക്കാപ്പത്! ഇനി ഇതിൽ പറയുന്ന ചെറിയ മുണ്ടത്തിന്റെ ബുക്ക് ജബ്ബാർ മൗലവി എന്താണോ പറഞ്ഞത് അതന്നെ ഇതിലും പറഞ്ഞു. ഞാൻ വായിച്ചേ കേട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ആരെ? ജബ്ബാർ മൗലവി.
ജബ്ബാർ മൗലവി ഇസ്രായേൽ പറഞ്ഞു ഇത് ചെറിയ മൊണ്ട് അബ്ദുൽ ഹമീദ് മദനി മടവൂരിന്റെ നേതാവ്. അപ്പൊ ഇതിൽ ജിന്നി ഗ്രൂപ്പ് വന്നു. നമ്മളിത് പറഞ്ഞു ഇവരോട്, ഇത് നിങ്ങളെ പുസ്തകമല്ലേ, ഇയാൾ മുസ്ലിക്കാണോ? അപ്പൊ ഇയാളെന്താ പറഞ്ഞാൽ വിഷയല്ല, വിഷയം നിങ്ങളെ മരിച്ചവരോട് തേടലാണ്, നടക്കൂല. നമ്മൾ പറഞ്ഞു ഇതാ എടുത്തത് സംവാദത്തിൽ നമ്മൾ പറഞ്ഞു മട്ടാഞ്ചേരിയിലൊക്കെ ഞങ്ങൾ കായക്കൊടിയോട് പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു അതേ വിഷയത്തിലാണ് ഞങ്ങൾ പെട്ടത്. ചോദ്യകർത്താക്കളുടെ റെഡി ആയിക്കോ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് വാദപ്രതിവാദം അതിന്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇനി പിളരാത്തതായൊരൊറ്റ മുജാഹിദുമില്ല എന്നിവിടെ ഞങ്ങൾ തെളിയിക്കാൻ പോവുക തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്നു, അണ്ടിയോട് അടുത്തപ്പോഴാണ് മാങ്ങയുടെ പുളി അറിഞ്ഞത്. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹനീഫ് മൗലവിയോട് ഞങ്ങൾ അന്ന് മട്ടാഞ്ചേരിയിലും ചക്കരപ്പറമ്പിലും ഏറ്റുമുട്ടിയത് എത്ര സ്ഥലത്ത് ക്ലിപ്പിട്ട് പ്രസംഗിച്ചതാണ് അലിമദനി നമ്മുടെ കരിമ്പിലാക്കൽ. നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരുന്നു നിങ്ങൾ കായക്കൊടിക്കെതിരെ കണ്ട കുറ്റം? ജിന്നിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല എന്നതായിരുന്നു അല്ലേ? ഇപ്പൊ എന്തായി? ഇപ്പൊ മൂപ്പര് പറയാ വിഷയത്തിന് പുറത്താണ്, ശ്രദ്ധിക്കേണ്ടിയിരുന്നു പറയുന്നത്. സംവാദം കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മളെ മുജാഹിദ് പ്രവർത്തകർ ഫസ്റ്റ് കൈകൊട്ടി, ഇപ്പൊ തക്ബീറിലെത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞങ്ങൾ ഇസ്തിഗാസയും ചെയ്യിപ്പിച്ചേ ഇവിടുന്ന് വിടുകയുള്ളൂ. ഇരിക്കട്ടെ, ഇത് നിങ്ങളുടെ സലാം സുല്ലമി എഴുതിയത്, നിങ്ങളുടെ മുഹദ്ദിസ് എപ്പോഴാ എഴുതിയത്? മട്ടാഞ്ചേരി സംവാദത്തിൽ ഞങ്ങൾ അവരോട് ചോദിച്ചു ജിന്നിനെ കുറിച്ച്, മറുപടി പറഞ്ഞില്ല. അന്ന് നിങ്ങൾ പ്രസംഗിച്ചു, മറുപടി പറയേണ്ടിയിരുന്നു. കാരണം ജിന്നിനോട് സഹായം തേടുന്നിടത്തും മരിച്ചവരോട് തേടുന്നിടത്തും രണ്ടും കാരണം ഒന്നാണ്, അതുകൊണ്ട് പറയേണ്ടിയിരുന്നു എന്ന് നിങ്ങൾ അന്ന് അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ വഫാത്തായി പോയ മഹാന്മാരോട് സഹായം തേടുന്നത് എന്തുകൊണ്ട് ശിർക്കാണ്? എന്തുകൊണ്ട് ശിർക്കാണ്? അത് അഭൗതിക മാർഗത്തിലുള്ള സഹായമായതുകൊണ്ട് അല്ലേ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. അപ്പോ ഇവർ ശരിക്കും പ്രതിരോധത്തിലായി. ഇവർ ചോദിച്ചു ഇതേ ചോദ്യം, പണ്ട് കായക്കൊടി ചോദിച്ചു, അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ ഖുർആനിൽ തെളിവുണ്ടോ? നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല, നിങ്ങളെ ചെറിയ മുണ്ടവിത എഴുതി വെച്ചിരിക്കുന്നു ജിന്നുകളോട് തേടാം. അപ്പൊ നമ്മൾ ജിന്നുകളോട്, ഞങ്ങൾ ഔലിയാക്കളോട്, നിങ്ങൾ ജിന്നുകളോട് എന്താ വ്യത്യാസം? മറുപടി പറ. അല്ലെ ഈ ബുക്ക് ഞങ്ങളുടെല്ലെന്ന് പറ, ചെറിയ മുണ്ട ഞങ്ങളുടെല്ലെന്ന് പറ. ഇയാൾ പറഞ്ഞു ചെറിയ മുണ്ട ഞങ്ങളാൾ തന്നെയാണ്. അത് ശരി. അപ്പൊ ജിന്നിനോട് സ്നേഹം തേടാറിഞ്ഞോ? മിണ്ടിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ആയത്തല്ലേ ഞങ്ങൾ പറഞ്ഞത്, അത് ഞങ്ങൾക്ക് വേണ്ടി പറയാം. കൊടുത്തു ആയത്ത്. നമ്മൾ കോട്ടക്കൽ സംവാദത്തിൽ പണ്ട് പറഞ്ഞ ആയത്ത് നിങ്ങൾക്ക് സിരിയാണം മുഴുവനും യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റഅനാ വഖൂലൂ മുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ വിളിക്കണം, അതബോടെ വിളിക്കണം, ഉന്തുർന എന്ന് പറയണം. അപ്പൊ മൗലവി ചോദിച്ചു എല്ലാ കാലത്തേക്കും എവിടെ? നമ്മൾ പറഞ്ഞു നിന്റെ തഫ്സീറായ തഫ്സീറുൽ മനാർ എടുക്ക്, അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് റസൂലിന്റെ കാലത്തുള്ളവർക്ക് മാത്രമല്ല എല്ലാ കാലത്തുള്ളവർക്കും ബാധകമാണ്. മിണ്ടാൻ കഴിഞ്ഞില്ല. പിന്നെയും നമ്മൾ പറഞ്ഞു ഖുർആൻ ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, സ്വഹാബിയായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങളുടെ കാലത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് തങ്ങൾ എന്ന സ്വഹാബി വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ. അതും പറഞ്ഞു, ഒരു മിണ്ടാട്ടില്ല. സലാം സല്ലം ഇപ്പൊ പറഞ്ഞു ഞാനാണെങ്കിൽ വൈഫാണെങ്കിലും പറഞ്ഞിരുന്നു. അടവൂരിന്റെ നേതാവേ അല്ല പറയാ, ഞാൻ ഈ കിതാബൊക്കെ അടയാളം വെച്ച് പോയത് എന്നെ ഒരു കൂട്ടാതെ പോയതാണ്, ഞാൻ എന്താ ചെയ്യാ? ആ ഹദീസ് വൈഫാന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ ആയത്തിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു, എന്താ ചെയ്യാ? പിന്നെ ചെറിയ മണ്ണ മുസ്ലിക്കല്ലേ എന്ന് ചോദിച്ചപ്പോ എഴുന്നേറ്റ് നിന്ന് മുസ്ലിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാ സലാം സല്ലം പറഞ്ഞു. എന്താ ചെയ്യാ, ഇവർ വലിയ ആളുകളായി പോയിട്ട് ഒരു എല്ലാ ശിർക്കും സമ്മതിച്ചിട്ട് പോന്നു. അവസാനം നമ്മൾ വീണ്ടും ചോദിച്ചു ചെറിയ മുണ്ടത്തിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? പിന്നെ നമ്മൾ ചോദിച്ചു അഭൗതിക മാർഗത്തിലൂടെയുള്ള സഹായം ശിർക്കാണെങ്കിൽ റസൂലുള്ളാഹിയുടെ ആസാറുകൾ കൊണ്ട് ബർക്കത്തെടുത്ത സ്വഹാബികൾ മുശ്രിക്കാണോ? മുശ്രിക്കാണോ? ബർക്കത്തെടുക്കാമെന്ന് പറഞ്ഞ CP ഉമർ സുന്നനി മുശ്രിക്കാണോ?
അള്ളാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുശ്രിക്കാകുമെന്ന് സുല്ലമി. മുശ്രിക്കാണോ ഖുർആൻ ശിർക്കിന്റെ ഗ്രന്ഥമാണോ? ചോദ്യങ്ങൾ ഒന്നിനു പിന്നിൽ ഒന്നായി വന്നു. മൗലവിമാർ ഗതിമുട്ടി. അവസാനം ഒരു തട്ടിപ്പ് കരിമ്പിലാക്കൽ ഒപ്പിച്ചു. അതെന്താണെന്നറിയോ? എന്താ? ഒരു പച്ചക്കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്തായിരുന്നു കള്ളം? അൽഹംദുലില്ലാഹ്, അഹ്സനി ഇതാ സമ്മതിച്ചിരിക്കുന്നു, മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് അഹ്സനി സമ്മതിച്ചു. നമ്മളെ ജീവിതത്തിൽ സമ്മതിക്കാൻ പോകുന്ന കാര്യമാണോ അപ്പത്? പച്ച നുണ ഉടമ്പൊയിൽ വെച്ച് നുണകളുടെ ഘോഷയാത്രയിൽ നുണ ഒന്ന് കേട്ടോളൂ. ഇപ്പോ സംഗതി മുതലായി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് അഹ്സനി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എന്ന കാരണം കിട്ടിയാൽ മതി. മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് അഹ്സനിമാർ സമ്മതിച്ചിരിക്കുന്ന ഈ വാദപ്രതിവാദം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. ഇത് സക്കരിയയുടെ മുറ്റത്ത് കാട്ടിയ സംഗതി മുതലായി. എന്താണെന്നറിയോ? ഒരു പണി ഒക്കണില്ല എന്ന് കണ്ടപ്പോ പിടിച്ചു. പിടിക്കാക്കാൻ പറ്റൂ? എന്നൊന്നും വിടാൻ പറ്റൂ? സക്കരിയനെ നമ്മുടെ ഉസ്താദ് പിടികൂടിയ പോലെ പിടിച്ചു ഇയാളെ. ഞങ്ങൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ. ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, എടുക. കേട്ടോ, അടുത്ത് ഇതിനുള്ള മറുപടി കേട്ടോ. പിടിച്ചുവനെ. അല്ലാഹു അക്ബർ. നിങ്ങൾ പറയും, നിങ്ങളെ വിടാൻ പോകുന്നില്ല. പച്ച നുണ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി. കളവ് മാത്രം പറയുന്നവർ ഇനി ഇന്ന് വിടൂല. തെളിയിക്ക്. മധ്യസ്ഥന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാനിവിടെ മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണെന്ന് ഞാൻ സമ്മതിച്ചു എന്നല്ല പറഞ്ഞു. എടുക്ക്. ബാക്കി കാര്യം പിന്നെ. ഇത് കാണിക്കണം, സീറി കാണിക്കണം. നിങ്ങൾ കള്ളന്മാരാണ്. തെളിയിച്ചേ ഞങ്ങൾ വിടും. തെളി. ആകെ ഹാലിളകിയില്ലേ? ജിന്നെല്ലാം കൂടി ഇളകിയവിടെ ചർച്ച ചെയ്ത് മധ്യസ്ഥന്മാർ. നോണ പറയുമ്പോ ഓർക്കണത് ഞങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച എന്താ അറിയാം? മധ്യസ്ഥന്മാർ അവിടെ രണ്ട് പൗരപ്രമുഖ ആളുകളുണ്ട്. അവർ പറഞ്ഞു, മൗലവി വ്യവസ്ഥയിലുള്ളത് കൊണ്ടാണ് ആവശ്യപ്പെട്ടത്, എല്ലാവരും ഇരുന്നോളൂ. എന്റെ വാദം മഹാന്മാരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ മുമ്പിൽ പറഞ്ഞേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് ശ്രദ്ധിക്കണം. സമ്മതിക്കുന്നില്ല. ഇവര് പറയാനുള്ള കാരണമല്ലേ നമ്മൾ ചോദിച്ചത്? അല്ലേ? സമ്മതിക്കുന്നില്ല. ഇവര് പറഞ്ഞു ഞങ്ങൾ ഒരു നിലക്കും സമ്മതിക്കൂല, ടേപ്പ് തുറക്കാൻ തന്നെ അനുവദിക്കില്ല. ടേപ്പ് തുറക്കാൻ അനുവദിക്കൂല. അപ്പൊ പറഞ്ഞു ഞങ്ങൾ നിർത്തിപ്പോയിക്കോളാം. നിർത്താനുള്ളൊരു പുതിയ നിർത്തിപ്പോയിക്കോളാം. എന്നാ പിന്നെ എന്നാലും വേണ്ടിയില്ല. അത് ടേപ്പ് എന്തായാലും ഇവിടെ റെക്കോർഡ് ചെയ്ത് വിടാൻ പാടില്ല. ഭയങ്കരമായി നിർത്തിപ്പോവാ. ഞാൻ പറഞ്ഞു അങ്ങനെ നിർത്തിപ്പോട്ടെ. കുറച്ച് ചോദ്യം കൂടി ഇവിടെ ചോദിക്കാൻ. അതുകൊണ്ട് ഇത് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാ, നിങ്ങൾ കള്ളന്മാരാന്ന് പറഞ്ഞോളാ. ചോദ്യം എടുത്തും വരാനുണ്ട്. കേട്ടോ? മധ്യസ്ഥന്മാര് പറഞ്ഞത് കേട്ടില്ല. ഉടനെ നമ്മൾ ഇടപെട്ടു. കേട്ടോളൂ. അതിന് ശേഷം നടന്ന പ്രസംഗം കോടമ്പുഴയിൽ മിനിഞ്ഞാന്നുണ്ടായതാ. സീറ്റ് നിങ്ങൾ കണ്ടോളൂ. പരിപാടി തുടങ്ങുകയാണ്. എല്ലാവരും ഇരിക്കുക. ക്യാമറയൊക്കെ റെഡിയായോ? ഇനി 42 സെക്കൻഡാണ് സംസാരിച്ചത്. 4 മിനിറ്റിൽ 42 സെക്കൻഡ് സംസാരിച്ചു. സുന്നി ഭാഗത്ത് നിന്ന് നൗഷാദ് അഹ്സനി തന്നെ തുടരുന്നു. ബാക്കി സമയം എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ക്യാമറയൊക്കെ റെഡിയല്ലേ? നിസ്കാരവും ഒക്കെ ബാക്കിയുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് പോകണം. തുടരുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പച്ച കള്ളം പറഞ്ഞപ്പോ ധൈര്യത്തോടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് കാണിക്കാൻ. ഇവര് പറഞ്ഞു മരിച്ചാലും കാണിക്കൂല. കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കൃത്യമായി നമ്മളത് പറഞ്ഞു. വീണ്ടും ദജ്ജാലുവിനെ കദ്ദാബിനെ ഓതിയിട്ട് മുഴുവൻ സമയവും നമ്മൾ ആഘോഷിച്ചു തീർത്തു. കോടമ്പിയ സംവാദം ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ അടുത്ത നോണ എന്താ പറഞ്ഞതറിയോ? മുസ്ലിയാരെ
ദജ്ജാലൂന കദ്ദാബൂന എന്ന് നിങ്ങൾ ഓതിയില്ലേ? അതിന്റെ ബാക്കിയുണ്ട് സീമാഹു മുസ്തഹ്ലീഖ്. ആൾ പറഞ്ഞതാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദജ്ജാലൂന കദ്ദാബൂൻ, വഞ്ചകന്മാർ വരും, അവരെ അടയാളം മൊട്ടയടിക്കലാണ്. ഇതിന്റെ അർത്ഥം വെച്ചതാ. ഞാൻ പറഞ്ഞു മൗലവി ആ ഹദീസിന്റെ ബാക്കിയിലുണ്ടെന്നല്ലേ പറഞ്ഞു. ഓത് ബാക്കി. അപ്പൊ അതിന്റെ ബാക്കി ഇല്ലേ? ഒരാൾ അങ്ങോട്ട് വാങ്ങി, ഒരാൾ ഇങ്ങോട്ട് വാങ്ങി. അപ്പൊ ലാപ്ടോപ്പ് എടുത്ത് നോക്കണ്ട, ഇല്ലത് പച്ച നോണ രണ്ട്. അത് വേറൊരു ഹദീസിൽ പറയാൻ അതിന്റെ അർത്ഥം പറയാണ്. നിങ്ങൾ ചിന്തിക്കണം. പിന്നെ ഇവര് പ്രവർത്തകന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്താ നമ്മളും ജിന്ന് സീറൊക്കെ ആയോ? എവിടേക്കാ നമ്മളെ പോക്ക്? സമാധാനിപ്പിക്കാൻ വേണ്ടി എടുത്ത പണി എന്താണെന്നറിയോ? ലാസ്റ്റ് ഘട്ടത്തിൽ ഇനി ഞാൻ വരൂലെന്നായി ഉറപ്പായി. നമ്മുടെ വാദപ്രതിവാദത്തിൽ അവസാനത്തെ ചോദ്യം ഞാൻ ചോദിച്ചു. ചോദ്യം അവിടെ കഴിഞ്ഞു. ഇനി അയാളെ ഉത്തരം മാത്രമേ ഉള്ളൂ. പിന്നെ അവലോകന. ആ സമയത്ത് അയാൾ ഒരു ഭൂലോകനോ അതെ. പിന്നെ നമ്മൾ വരൂലല്ലോ, സമാധാനമുള്ളൂ. അയാളൊരു വാക്ക് പറഞ്ഞു. മുസ്ലിയാരെ, ചെറിയ മുണ്ടത്തിന് നിങ്ങളുടെ വായിച്ചില്ലേ? ഇതാ ഞങ്ങളുടെ സബാബ്, പുതിയ സബാബ് എന്ന് വായിക്കണ്ടേ മുസ്ലിയാരെ? സബാബിൽ ഞങ്ങളെ സുല്ലമി തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. ഭയങ്കര വായന. ആ വായിച്ചു പച്ച തവണ പറയണം. കേട്ടോളൂ എന്ന് വായിക്കുന്നു. വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്തതുകൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ. 2009 ശബാബ് അതുകൂടി അഹ്സനുമായി വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ശബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ശബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ശരിയമുണ്ടെന്ന് തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കുകളോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ശബാബിലൂടെ അതേ ശരിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ, അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ശബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേട്ടല്ലോ, ഇത് എഴുതിയത് പുതിയ ശബാബിലൂടെ തിരുത്തിയിരിക്കുന്നു. എന്നാ വാദപ്രതിവാദം നടന്നത് സെപ്റ്റംബർ 30 അല്ലേ? ഇന്ന് ഒക്ടോബർ 3 ശരിക്ക് ചിന്തിക്കണം. പുതിയ സഭാഭേദാ സാധനം ഇതാണ്. പുതിയ ഞങ്ങളോട് ചോദിക്കുക, അഹ്സനിമാര് വായിച്ചില്ലേ? ശബാബിൽ വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? മടവൂരികളെ, നിങ്ങൾ ആത്തർച്ചിയാണ് ഞങ്ങൾ കലക്കുന്നത്. ശരിക്ക് ശ്രദ്ധിച്ചോ. എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞു സബാബിൽ. ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ നിലവിലുള്ള സബാബാണിത്. ഈ സബാബിൽ അങ്ങനെ ഒരു തിരിച്ചില്ല. പച്ച നുണ പറഞ്ഞതാണ് മൗലവി. കണ്ടോ? സെപ്റ്റംബർ 28 ഇറങ്ങിയ സബാബായത്. ഇതിലുണ്ടോ അങ്ങനെ? ഇല്ല. ഇത് നിങ്ങളൊന്ന് വായിച്ചില്ലേ? നിങ്ങളൊന്ന് ഇറക്കി തരണ്ടേ? എന്നാലേ നിങ്ങൾ വായിക്കാം. മറ്റേ ആൾ പറഞ്ഞില്ലേ, ഡോക്ടറേറ്റ് ചെന്നപ്പോഴേ ഒരു 5 മിനിറ്റ് നേരത്തെ കൊണ്ടുവന്നാൽ രക്ഷപ്പെട്ടിത്. വീണ് കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ. അപ്പൊ കൊണ്ടുവന്ന ആള് പറഞ്ഞു, അതിന് വീണ് കിട്ടണ്ടേ എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഇറക്കി തരണ്ടേ ചങ്ങായിമാരെ? അപ്പൊ സംഗതി എന്താണെന്നറിയോ? കരിമ്പിലാക്കലും അവിടുന്ന് തീരുമാനിച്ചു. വല്ലാതെ കുടുങ്ങിപ്പോയി. ഇനി ഞമ്മക്ക് എന്തായാലും ഇയാളെ കൊണ്ട് മറുപടി എഴുതിക്കണം. അത് ഉറപ്പിച്ചവിടുന്ന്. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? പുതിയ സബാബിൽ ഇറങ്ങിയ സബാബിലുണ്ട് എന്ന് നോണ പറഞ്ഞു. ദജ്ജാലൂനെ കദ്ദാബൂനെ സ്ഥിരപ്പെടുത്തി. മടവൂരികളെ ഉളുപ്പില്ലേ നിങ്ങൾക്ക്? വാദപ്രതിവാദത്തിൽ നിങ്ങൾ അണികളെ നിങ്ങൾ പറ്റിച്ചില്ലേ? സബാബിൽ അങ്ങനെ എഴുതിയിട്ടില്ല. പിന്നെ നിങ്ങൾ അവിടുന്ന് തീരുമാനിച്ചു അടുത്ത സബാബിൽ എഴുതണം. അങ്ങനെ ഇന്ന് കിട്ടി സബാബ്. ഇന്ന് അതിനു മുമ്പ് അത് നമ്മളെ മുഹമ്മദ് രാമദലി, നമ്മളെ മധ്യസ്ഥനായിരുന്ന അദ്ദേഹം അത് ഈ നിങ്ങൾക്ക് കിട്ടിയ സീഡിയിൽ അതൊരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടോ. എന്നിട്ട് ഞാൻ കിട്ടിയ സബാബ് ഞാൻ വായിക്കും. കോടമ്പുഴയിൽ വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിന്റെ അവസാന ചോദ്യത്തിന്റെ ഉത്തരമായി മുജാഹിദ് മടവൂർ വിഭാഗം നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായ കരിമ്പുരാക്കൽ മൗലവി ഉത്തരം പറയുന്നതിനിടയിൽ ഒരു വിഷയം സൂചിപ്പിച്ചു.
ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം അനിവാര്യമായതുകൊണ്ടും അവിടെ ഉന്നയിച്ച ഷബാബിലുള്ള തിരുത്ത് ഷബാബ് വെച്ച് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സംവാദത്തിലെ മധ്യസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് കണ്ടുപിടിക്കാനും അത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അഭിമുഖം ജനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഷബാബിന്റെ താളുകളിലൂടെ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി തിരുത്തി എന്ന് പറഞ്ഞ ഒരു വിഷയം, അഥവാ ജിന്നിനോട് സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം അവസാന സെഷനിൽ വായിച്ചിട്ട് അദ്ദേഹം അസ്തനിമാർ ഇത് കണ്ടിട്ടില്ലെങ്കിലും മാലോകർ ഇത് വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വാചകം കേൾക്കാനിടയായി. അതുപോലെ ഏറ്റവും പുതിയ ശബാബ് ഒന്നുകൂടി വായിക്കണമെന്ന് അസ്തനിമാരോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. ഇങ്ങനെ 2-3 പദപ്രയോഗങ്ങൾ ആ പ്രഭാഷണത്തിൽ കേൾക്കാൻ സാധിക്കും. അപ്പോ നിലവിൽ ഇറങ്ങിയ ഒരു മാസികയിലൂടെയാണ് സാധാരണയിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക. ഇന്ന് 2-ാം തീയതി മടവൂർ മുജാഹിദുകളുടെ ബുക്ക് സ്റ്റാളായ കോഴിക്കോടുള്ള യുവത ബുക്ക് ഹൗസിൽ ചെല്ലുകയും അവിടെ വെച്ച് ഒരു ഷബാബ് അതുപോലെ 2-3 പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അതിന്റെ ബില്ലാണിത്. ഈ ബില്ലിൽ ഷബാബ് 10 രൂപ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചതിന്റെ ബില്ലുണ്ട്. ഇതിൽ ഡേറ്റ് നോക്കാം, 2/10. ഇന്ന് രാവിലെ വാങ്ങിച്ച ഷബാബ് ഇതാണ്. ഈ ഷബാബ് ഇസ്ലാമോഫോബിയ ഹോളിവുഡ് സിനിമകളിൽ KT അൻവർ സാദാത്ത് എന്നയാൾ എഴുതിയ ലേഖനമുള്ള കറുപ്പ് കുറഞ്ചട്ടയുള്ള വാരികയാണ്. ഇത് ഇറങ്ങിയിരിക്കുന്നത് ഷബാബ് വീക്കിലി മർക്കസ് ദാവ RM റോഡ് കോഴിക്കോട് 1433 ദുൽഖാദ് 12 2012 സെപ്റ്റംബർ 28 വെള്ളി. പുസ്തകം 36 ലക്കം 9 ഇന്ന് ഏകദേശം ഉച്ച വരെ, അതിനുശേഷമുള്ളത് എനിക്കറിയില്ല, മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഷബാബ് ഓഫീസിന് തൊട്ട് താഴെയുള്ള കടകളിൽ വരെ വിൽപ്പന നടത്തുന്ന പുസ്തകം ഇതാണ്. ഈ പുസ്തകം ഇറങ്ങിയത് തന്നെ സെപ്റ്റംബർ 28-നാണ്. ആഴ്ചയിലാണ് ഇത് ഇറങ്ങുക. എന്തായാലും സെപ്റ്റംബർ 28-ൽ നിന്ന് ഒരാഴ്ച കൂട്ടിയാൽ എന്തായാലും 5-ാം തീയതിക്ക് അടുത്താണ് ആ ദിവസം വരിക. സംവാദം നടന്നതാണെങ്കിലോ 30-ാം തീയതിയാണ്. ഒരിക്കലും ഇതിനിടയിൽ ഒരു ഷബാബ് ഇറങ്ങാനൊരു സാധ്യതയുമില്ല, ഇറങ്ങൂല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്നൊരു ഡേറ്റിൽ ഇറങ്ങാത്തൊരു സാധനം എങ്ങനെയാണ് അസ്തനിമാർ വായിക്കുക, എങ്ങനെയാണ് സുന്നി പ്രവർത്തകർ വായിക്കുക? എങ്കിലും ഇറങ്ങാത്തൊരു പുസ്തകത്തിലെ DTP മാത്രം എടുത്തുകൊണ്ടുവന്ന് സംവാദത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വായിക്കുകയായിരുന്നു. 20 കൊല്ലത്തിനപ്പുറത്ത് ചെറിയ മുണ്ടം ഷബാബിൽ എഴുതുകയും ശേഷം 10-12 കൊല്ലം മുമ്പ് അത് പുസ്തക രൂപത്തിലാക്കി യുവത പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അദ്ദേഹം ജിന്നിനെ വിളിച്ചു തേടുന്നത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞ ഭാഗം, ആ ഭാഗം സുന്നികളുമായി സംവാദത്തിൽ ഏറ്റുമുട്ടുമ്പോൾ അവിടെ ശിർക്കായ ഒരു ആശയം പറയുന്നവർ ഇവിടെയുണ്ട് എന്ന് പറയാനും മടവൂരികൾ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്ന് പറയാൻ ഈ വാദം ഉന്നയിക്കും, ഈ പുസ്തകം എടുക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് യോഗം ചേർന്ന് നേതാക്കൾ പോയിട്ട് ചെറിയ മുണ്ടത്തോട് സൂചിപ്പിച്ചു, നിങ്ങൾ എന്തായാലും തിരുത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് പുതിയ തിരുത്ത് വന്നത് എന്നാണ്. ഈ 2-ാം തീയതി ഉച്ച വരെ അങ്ങനെ ഒരു തിരുത്ത് വന്നിട്ടുള്ള ഒരു ഷബാബ് ഇറങ്ങി. ഇന്നല്ലോ ഡേറ്റ് ഇന്നല്ല, ഓഫീസിൽ പോയി വാങ്ങിക്കൊണ്ടതാ. ഇത് എന്നാ ഇറങ്ങുന്നതറിയോ? ഷബാബ് ഒക്ടോബർ 5. വാദപ്രതിവാദം നടന്നതോ സെപ്റ്റംബർ 30. സെപ്റ്റംബർ 30-ന് നമ്മളോട് ചോദിക്കാണ്, ഒക്ടോബർ 5-ന് ഇറങ്ങിയ ഷബാബുകൾ വായിച്ചില്ലേ? പൊട്ടന്മാരെ ഞാൻ വിളിക്കണില്ല, സക്കരിയ അല്ലാത്ത ഞങ്ങളൊന്ന് വിശദീകരിക്കും. കേട്ടില്ല നിങ്ങള്? ഞങ്ങളപ്പം മൊഹീദ്ദീൻ ശേഖിന്റെ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിയോ? വരാൻ പോകുന്ന വായിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ് എന്നാ കഴിച്ചില്ല. ഇയാൾ എന്താ ഈ ചോദ്യം? സെപ്റ്റംബർ 30-ന് നടന്ന വാദപ്രതിവാദത്തിന്റെ പ്രധാന ചോദ്യ, ഒക്ടോബർ 5-ന് ഇറങ്ങുന്ന ഷബാബ് എന്ത് നിങ്ങൾ വായിക്കാതെ പോകുന്നത്? ഇറങ്ങിയിട്ടില്ല, 5-നാണ് ഇറങ്ങുന്നത്. നമ്മൾ ഇന്നലെ പോയി വാങ്ങിക്കൊടുന്നത്. സെപ്റ്റംബർ 5 3-നെങ്കിലും ഇത് കൈ കിട്ടണമല്ലോ. അതെ. അപ്പൊ എന്തായി
നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. 30 കൊല്ലം മുമ്പ് ശബാബിൽ വന്നതാണ് ജിന്നിനോട് തേടിയ പ്രാർത്ഥനയിലാണ്. ഇത് പിന്നെ ബുക്കാക്കിയത് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ്. ശബാബിൽ വന്നത് ബുക്കാക്കിയതാണ്. ഇവർ പറയുന്നെന്താ, ഞങ്ങൾ 30 കൊല്ലം മുമ്പ് എഴുതിയത് ഈ ശബാബ് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, 30 കൊല്ലങ്ങൾ ശിർക്കിലായിരുന്നോ? 30 കൊല്ലം ഇയാൾ ശിർക്കിലായിരുന്നോ? ഇപ്പൊ ഞങ്ങൾ തൗഹീദിൽ കണ്ടത് എന്നാ അതിനും വലിയ രസങ്ങൾ ഞങ്ങൾക്ക്. ഇതിലും ഇയാൾ തിരുത്തിയിട്ടില്ല. നിങ്ങൾ ഇയാൾ എന്താ പറഞ്ഞതില് ജിന്നുകളോട് തേടിയാൽ പ്രാർത്ഥനയല്ലാന്നല്ലേ ഈ ബുക്കിൽ നിങ്ങൾ പറഞ്ഞത്. ഇതിലെന്താ പറഞ്ഞെന്നറിയോ? ചെറിയ മണ്ടം ഒന്നുകൂടി പറയാണ്, അത് ഒരു പ്രാർത്ഥനയല്ല എന്ന കാര്യത്തിനാണ് ആ മറുപടിയിൽ ഊന്നൽ നൽകിയത്. ഏത്? അള്ളാഹുവിന്റെ അടിയാന്മാരെ എന്നത് ഒരു പൊതുവായ അഭ്യർത്ഥനയാണ്, അതൊരു പ്രാർത്ഥനയല്ല എന്ന കാര്യത്തിനാണ് ആ മറുപടിയിൽ ഊന്നൽ നൽകിയത്. അപ്പൊ പ്രാർത്ഥനയല്ല, വിജനമായ സ്ഥലത്ത് വെച്ച് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല എന്ന് തന്നെയാണ് ചെറിയ മുണ്ടൻ ഇതിൽ ആവർത്തിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു മടവൂരികളെ മുഴുവനും, ഇത് പ്രാർത്ഥനയാണ്, അതുകൊണ്ട് ശിർക്കുമാണ് എന്ന് ഇതിൽ എഴുതിയ ഒരു ഭാഗം നിങ്ങൾ കാണിക്കാൻ മാലോകത്തുള്ള സർവ്വ മടവൂരികളെയും നിങ്ങൾ വെല്ലുവിളിക്കുന്നു. നോണ പറയുന്നില്ലേ ഒരു അതിർത്തി? പണ്ട് മറ്റേ ആൾ ഫീഹില്ലത്താനി വായിച്ചു മുങ്ങിയ പോലെ. ഇതിൽ പിന്നെ ഇവരെ സമാധാനിപ്പിക്കാൻ എന്താ ചെയ്യുന്നറിയില്ല, വേറൊരു വഴിക്ക് വളഞ്ഞ് തിരിഞ്ഞ് അറിയാത്ത ആളുകളാണ്. അറിയാത്ത ആളുകൾ വിളിക്കുമ്പോൾ ശരിക്ക് വരുമോ നമുക്ക് സംശയിക്കണം. അങ്ങനെ കരുതാൻ വകുപ്പ് ഉണ്ടാവുന്നതാണ്. ഇവരെ സമാധാനിപ്പിക്കാൻ ചെറിയ മുന്നേ കെടുന്നു പോയില്ല, അത് വേറെ കാരണം. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് പിന്നെ ചർച്ച ചെയ്യാം. പ്രാർത്ഥനയാണ്, അല്ലാതെ അവിടെ ചർച്ച. പ്രാർത്ഥന അല്ല ഞങ്ങൾ എഴുതിയത്. ജിന്നിനോടും മലക്കിനോടും തേടിയാൽ അത് പ്രാർത്ഥനയാണെന്ന് എഴുതിയിട്ടുണ്ടോ? പച്ച നുണ പറഞ്ഞ കേരളത്തിലാണ് മനസ്സിലാക്കേണ്ടത്, തമിഴ്നാട്ടിൽ പോയി പറയില്ലല്ലോ. അപ്പൊ നുണ മാത്രമേ ഈ ചങ്ങാതിമാര് പറയും. ഇൻഷാ അല്ലാഹ് ഈ 2 സബാബും നിങ്ങളെ സംവാദവും ഞങ്ങൾ കേരളം മുഴുവൻ ഒന്ന് ആഘോഷിക്കട്ടെ, എന്നിട്ട് ബാക്കി പറയാം. ഇനി സലാഹുദ്ദീൻ തന്നെ കൊണ്ടുപോകാം. വടവൂരികളുടെ നേതാവ് കഴിഞ്ഞ കോഴിക്കോട്ടെ പ്രസംഗത്തിലാണ് പറഞ്ഞു, മക്കളെ ഇനി പേര് മാറ്റുക എന്നുള്ളത് നമ്മളാകെ ബുദ്ധിമുട്ടിലാണ്. മുജാഹിദിന്റെ പേര് മാറ്റിയാണല്ലോ. കേട്ടോളൂ, നിങ്ങൾ പറയട്ടെ. അതാ ബാലുശ്ശേരി പറഞ്ഞ പോലെ മുമ്പെന്ന് ചെയ്താൽ പോലെയെന്നോ? ആവശ്യമില്ലാത്ത പണികൾ നിൽക്കണോ? അയാൾ പണ്ടേ പറഞ്ഞ് സുന്നിയാളെ വാദത്തിനും പോകണ്ട, ഒരേറ്റ് വാദപ്രയാസത്തിനും പോകണ്ട, കണ്ട ഓടിക്കോളി. അതായിരുന്നു നിങ്ങൾക്ക് നന്നായിരുന്നത്. ഇതൊക്കെ നമ്മൾ ബാലുശ്ശേരിന്റെ ഉപദേശം ഒന്നും വിട്ടു. വാദപ്രതിവാദത്തിന് വന്നോ ഞങ്ങൾ കൈകാര്യം ചെയ്യും, എങ്ങനെ ആദർശപരമായി കൈകാര്യം.
അത് ഞങ്ങളുടെ ഇന്നും സീറോ കാർഡ് വരുന്നത് അപ്പൊ കാണാം. ആ വിഷയത്തിൽപ്പെട്ട എല്ലാവരും ഉണ്ടെന്ന്. സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹസനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ സുന്നിയാവുന്ന മുപ്പർക്കറിയാം. നിങ്ങൾ ഓടിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഏത് മുജാഹിദ് ഏത് മാളത്തിൽ ഓടി രക്ഷപ്പെട്ടാലും ജനകീയ വിചാരണ നിങ്ങൾ ചെയ്യുകയെന്ന് ചെയ്യുന്നതോ. ഇനി ജനങ്ങൾ അങ്ങോട്ട് ചോദ്യം ചെയ്യുക, യാ ഇബാദുള്ള വിളിച്ചാൽ ചെറുക്കാണോ? വിജനപ്രദേശത്തെ വിളി ചെറുക്കാണോ? മടവൂരിയും പറയണം, ജിന്നൂരിയും പറയണം. രണ്ടു കൂട്ടരും രണ്ടു പേരും, രണ്ടു കൂട്ടരിലുണ്ട് രണ്ട് പേര്. ശബാബിൽ തിരുത്തി എന്ന് പറഞ്ഞത് പെട്ടത് തിരുത്തിയിട്ടില്ല. ഇനി ചെറിയ മുണ്ണം തിരുത്തിന്ന് സമ്മതിച്ചാൽ തന്നെ 30 കൊല്ലം നിങ്ങൾ ശിർക്കിലായിരുന്നു. ശിർക്കിലുള്ള നേതാവാണോ ശബാബിലെ മുഫ്തി? ഇനി ചോദ്യം ചോദിക്കാനുള്ള അവസരം. ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ മുന്നോട്ട് വന്നോളൂ. മുജാഹിദ് സുന്നി സംബന്ധമായ ഏതും ചോദിക്കാം. ഫൈസൽ ഹസൻ ഇവിടെ ഉണ്ട്, നമ്മളെ ഉസ്താദുമാരൊക്കെ ഉണ്ട്. ആവശ്യമായ സമയത്ത് മുന്നോട്ട് മൈക്ക് മുന്നിലുണ്ട്, ഇങ്ങോട്ട് മുന്നിൽ വന്നോളൂ. ഇൻഷാ അല്ലാഹ് മറുപടി പറയും. പറഞ്ഞതിൽ മനസ്സിലാകാത്തതോ തൗഹീദുമായി ബന്ധപ്പെട്ടോ ഒക്കെ പറയും. അതിലേക്ക് നമ്മളെ ബാലിശേരി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കും. ആളെ മറക്കാൻ പാടില്ല. 580 ഉണ്ട് അല്ല, അത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതിലോ പറയാനുള്ളതിലോ വല്ല വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നു. ഒറ്റ വാക്കിൽ കൂടിയ മുസ്ലിമീങ്ങളോടൊക്കെ പറയാനുള്ളത് അവരൊറ്റ ഹദീസ് കൂടി പറഞ്ഞാണ്. എന്താണെന്ന് നമ്മളാരും വഹാബി ആവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു. വഹാബികളെ നമ്മൾ പരമാവധി തൗഹീദ് മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ശ്രമിക്കണം. അതിൽ പെട്ടുപോയതാണ്. സ്വർഗത്ത് കിടക്കണ വിചാരിച്ചിട്ട് പലരും ആ സാധനത്തിൽ പെട്ടുപോയത്. അതുകൊണ്ട് നമ്മളെ കടമയാണ് നന്നായി നമ്മൾ ദഅവത്ത് ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, അവരോടുള്ള ബന്ധം പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ നിലപാട് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളെ സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, ഒരാളെ വെറുക്കേണ്ടത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ഇത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണം. എന്തിനാ അത് പറയുന്നതറിയോ? ഇമാമിങ്ങളെ മുശ്രിക്കാക്കുന്ന, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന, ശിർക്കിന്റെ ആലയത്തിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുന്ന ഇവർ എത്ര പറഞ്ഞിട്ടും നന്നാകാൻ തയ്യാറല്ലെങ്കിൽ, ഈമാനുള്ള മുസ്ലിമേ നീ അവനെ സ്നേഹിക്കാൻ പോകല്ല, നീ അവനുമായുള്ള ബന്ധം സ്ഥിരപ്പെടുത്തല്ല. കാരണം ഈമാനും വിദേഹത്തിനോടുള്ള സ്നേഹവും ഒരു ഹൃദയത്തിൽ ഒന്നിച്ചു വരികയില്ല. من وقر صاحب بدعة فقد أعان على هدم الإسلام سيدنا محمد رسول الله. ഒരാൾ ഒരു പുത്തൻവാദിയെ സ്നേഹിച്ചാൽ ബഹുമാനിച്ചാൽ അത് ഇസ്ലാമിനെ തകർക്കലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്റെ ചോദ്യം ഈ വിഷയ സംബന്ധമായിട്ടല്ല, പക്ഷേ വഹാബിസം ഇത്രയും അധപ്പതിച്ച ഒരു വസ്തുതയായതുകൊണ്ട് ചോദിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾ നമ്മുടെ മുജാഹിദ് പള്ളികളിലും അതുപോലെ തന്നെ തബ്ലീഗുകാരുടെ പള്ളികളിലും ജമാഅത്തിന് പങ്കെടുക്കാറുണ്ട്. അതിന്റെ വിധി ഒന്ന് പറഞ്ഞ ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അതാ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരോടുള്ള ബന്ധം ഞാൻ പറഞ്ഞു. എങ്ങനെ വഹാബിനെ തുടരുക? ഭാര്യന്റെ കൈയും പിടിച്ചാ വന്നിട്ടുണ്ടോ? ഓന്റെ നിസ്കാരമുണ്ടോ? സ്വീകരിക്കണം? നിയ്യത്തുണ്ടോ? അള്ളാനെ വിളിച്ചു, അള്ളാനെ കുറിച്ച് മനസ്സിലാക്കിയത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് നമ്മളെ നിലപാടല്ല, നമ്മളെ മുൻഗാമികൾ തുടർന്നു വന്ന നിലപാട്, നമ്മളെ മാത്രം നിലപാടല്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം വലിയുല്ലാഹി അല്ലാഹു അവിടുത്തെ ബറക്കത്തോട് നമ്മളെ വിജയിപ്പിക്കട്ടെ. ചായ കുടിക്കുന്ന സമയത്ത് പോലും ചായ കൊണ്ടുവന്നപ്പോ വേണ്ട, ഇത് മുജാഹിദ് ഉണ്ടാക്കിയ ചായയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ? അതാണ് ആദർശം. ഞാൻ പറയുന്നത്, ജമാഅത്ത് മുജാഹിദ് പോലെയുള്ള ഇവന്റെ നിസ്കാരത്തിൽ തുടരാൻ നമ്മൾ പോകണ്ട. വിവാഹബന്ധം കൃത്യമായി പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഉപദേശം, ഇന്നല്ലാഹു ഖാറ ലി അസ്ഹാബാ. നിങ്ങൾ പോകുമ്പോൾ ഇത് നിങ്ങളെ മനസ്സിൽ വേണം. അതേ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹു എന്റെ സ്വഹാബത്തിനെ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്, അവർ എനിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സമൂഹമാണ്. എന്നിട്ട് പറയുന്നു,
വസയദീഉ ഖൗമുൻ, ശേഷം ഒരു ഖൗമ് വരും. അവരുടെ സ്വഭാവം എന്താണ്? യസുബ്ബൂനഹും, അവർ സ്വഹാബത്തിനെ ചീത്ത പറയും. വയന്തഖിസൂനഹും, അവരെ കൊച്ചാക്കി കാണിക്കും. അങ്ങനെ ഒരു ഖൗമ്, അതേ സ്വഹാബത്ത് ചെയ്തത് തെളിവില്ലെന്ന് പറയുന്നവർ, അങ്ങനെ ഒരു ഖൗമ് വന്നാൽ ഫലാ തുനാകിഹൂഹും, നിങ്ങൾ അവരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, ഇമാം ദാറഖുത്നി ഉദ്ധരിച്ച ഹദീസാ. വലാ തുആകിലൂഹും, അവന്റെ കൂടെ കൂടി തിന്നാൻ പോകല്ല. വലാ തുശാരിബൂഹും, കുടിക്കാനും പോകല്ല.